വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഈ ശബ്ദം കേട്ടപ്പോൾ അടുത്ത ഭാഗം എഴുതിയിരിക്കുന്ന ഉടനെ ഞാൻ ആത്മവിവശനായി. സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും അതിന്മേൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ദൈവത്തിന് സ്തോത്രം. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്രകൾ പൊട്ടിപ്പാനും യോഗ്യനായിട്ട് ആരുള്ളൂ എന്ന് വിളിച്ചു പറയുന്ന, അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്ന ശക്തനായ ഒരു ദൂതന്റെ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. ദൂതനെ കാണുവാനിടയായി തീർന്നു. ദൂതൻ വിളിച്ചു ചോദിക്കുകയാണ്, ഈ പുസ്തകം തുറപ്പാനും ഇതിന്റെ മുദ്രകൾ പൊട്ടിപ്പാനും യോഗ്യനായിട്ട് ആരുള്ളൂ? ഉടനെ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ കാണുന്നു. ഹല്ലേലൂയ. കുഞ്ഞാട് കടന്നു വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം വാങ്ങുന്നു. ഹല്ലേലൂയ. 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത്, കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒരു ജീവി ഇടിമുഴക്കം പോലെ വിളിച്ചു പറയുന്നത് കേട്ടു. ദൈവത്തിന് സ്തോത്രം. നീ വരിക എന്ന് പറഞ്ഞപ്പോൾ ഒരു വെളുത്ത കുതിര കടന്നു വരുന്നതായിട്ട് കാണുന്നു. ആ കുതിരപ്പുറത്തിരിക്കുന്നതിന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവന്റെ തലയിൽ ഒരു കിരീടമുണ്ട്. ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോഴും ഇതേ വ്യക്തിയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ഈ ഭരണമേൽക്കുവാനായി ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു ലക്ഷണമായി അല്ലെങ്കിൽ കടന്നു വരാൻ പോകുന്നു എന്നുള്ള വെളിപ്പാടാണ് അവിടെ യോഹന്നാന് കൊടുക്കുക. ഹല്ലേലൂയ. ഇതാ കുഞ്ഞാട് 2-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ചുവന്ന കുതിരയെ കാണാം. ആ കുതിരപ്പുറത്തിരിക്കുന്നവനെ ഹല്ലേലൂയ മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാനുള്ള അധികാരം ലഭിച്ചു. ഹല്ലേലൂയ. കുഞ്ഞാട് 3-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു കറുത്ത കുതിരയെ കാണുവാനായിട്ട് കഴിയുന്നു. ആ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ കയ്യിൽ ഒരു ത്രാസുണ്ട്. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം എന്നുള്ള കണക്കിൽ ആഹാര സാധനങ്ങൾ തൂക്കിക്കൊടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്ഷാമം ഈ ഭൂമിയിൽ ഉണ്ടാകുവാനായിട്ട് പോകുകയാണ്. 4 രീതിയിൽ മനുഷ്യനെ കൊന്നുകളയുവാനായിട്ടുള്ള അധികാരം. 1, യുദ്ധങ്ങൾ, വാളുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഇന്ന് അനേക സ്ഥലങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേകായിരങ്ങൾ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം അതിന്റെ ക്ഷാമം കൊണ്ട് അനേക സ്ഥലങ്ങളിൽ പട്ടിണി മരണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മുമ്പ് 3-ാമത്തെ മുദ്ര പൊട്ടിച്ച ആ കാലഘട്ടം കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ പട്ടിണി കൊണ്ട് അനേകർ മരിക്കുവാനായിട്ടിടയായിത്തീരും. 3-ാം മഹാവ്യാധി. ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും ഒക്കെ, ഈ വർഷം പുതിയ പേരൊന്നും കേട്ടില്ല എങ്കിലും കോങ്കോ പനി എന്ന് ഗുജറാത്തിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് കേട്ടു. കോങ്കോ പനി. അതിന് മുമ്പ് ചിക്കൻ ഗുനിയ. ഇനിയും അടുത്തതായിട്ട് കുഞ്ഞാട് ഹല്ലേലൂയ സ്തോത്രം 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങളുടെ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ട ആത്മാക്കളെ യാഗപീഠത്തിന്റെ കീഴെ കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ദൈവവചനം നിമിത്തവും തങ്ങളുടെ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ട ആത്മാക്കൾ സ്വർഗത്തിൽ യാഗപീഠത്തിന്റെ കീഴിൽ നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആരും ഒരു കാര്യം ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശയ്ക്കായിട്ട് ഞാൻ പറയട്ടെ. കർത്താവ് പറഞ്ഞു, ദേഹത്തെ കൊല്ലുന്നവരെ നിങ്ങൾ പേടിക്കണ്ട. ദേഹിയെയും ദേഹത്തെയും കൊന്ന് നരകത്തിൽ തള്ളുവാൻ കഴിയുന്നവരെ പേടിക്കുക. ഇവിടുത്തെ മനുഷ്യർക്ക് നമ്മുടെ ദേഹത്തെ മാത്രമേ കൊല്ലുവാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഉണ്ട്. ദൈവത്തിന് അതിനെ കൊല്ലുവാൻ ഇവിടുത്തെ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരു നിയമത്തിനോ കഴിയത്തില്ല. 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു. സൂര്യൻ കരിമ്പടം
അടുത്തത് ഹല്ലേലൂയ, അത്തിവൃക്ഷത്തിന്മേൽ പെരുങ്കാറ്റടിച്ച് കുലുങ്ങിയിട്ട് അത്തിക്കായ്കൾ ഉതിർന്ന് വീഴുന്നത് പോലെ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. നക്ഷത്രം ഇനി ഭൂമിയിലോട്ട് വീണാൽ ചില ഉൽക്കകൾ വന്നത് കല്ലുകൾ ഇരുമ്പിനെ കട്ടി ഭാരമുള്ളതാണ്. ലണ്ടൻ മ്യൂസിയത്തിലും മറ്റും വെച്ചിട്ടുണ്ട്. ഉൽക്കകൾ ആകാശത്തൂടെ കറങ്ങുന്ന കുറെ കല്ലുണ്ട്. ദൈവം ചില സമയത്ത് പറയും ഇത് ആ സ്ഥലത്തോട്ട് കുറച്ചിടാൻ പറയും. അല്ലെങ്കിൽ കൽമഴ എന്ന് പറയും. കൽമഴ അതൊരെണ്ണം നമ്മുടെ മണ്ടേ വീണാൽ പിന്നെ പൊടി പോലും കാണത്തില്ല. അതിനു മുമ്പേ നമുക്ക് ദൈവരാജ്യത്തിൽ കാണുവാൻ ഇടയാകട്ടെ. എനിക്കൊരു പ്രത്യാശ അതിനു മുമ്പ് നമ്മൾ പോകുമെന്ന. കാരണം 7-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അതിന്റെ ശേഷം സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും എണ്ണിക്കൂടാത്ത ഒരു വലിയ പുരുഷാരം വെള്ള നീലയങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയുമായി കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെയും മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണുവാനായിട്ടിടയായി തീർന്നു. ദൈവമക്കളെ, ആ കൂട്ടത്തിൽ നാമും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ വീഴുമ്പോൾ നമ്മൾ വെള്ള നീലയങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയുമായി ദൈവ സിംഹാസനത്തിന് മുമ്പാകെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരട്ടെ. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ മൗനതയുണ്ടായി. 7 ദൂതന്മാർ 7 കാഹളവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചാൽ 7 സംഗതികളാണ് പിന്നെ വരാൻ പോകുന്നത്. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചു കഴിയുമ്പോൾ 7 ദൂതന്മാർ അവർ 7 കാഹളവും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 1-ാമത്തെ 8-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നു. 1-ാമത്തെ ദൂതനൂതി രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ പെയ്തിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, സകല പച്ചപ്പുല്ലും വെന്തുപോയി. ആലോചിച്ച് നോക്കിക്കേ. മേലാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പം ചില വിചാരിക്കുന്ന ഭൂമിയില് 3 കത്തുവാന്നേനും നമുക്കൊരു ബോട്ടൊക്കെ ഉണ്ടാക്കി സമുദ്രത്തിലെങ്ങാനും പോയി താമസിക്കാമെന്ന് വിചാരിക്കാം. അടുത്തത് അങ്ങോട്ടാ വരുന്നത്. 2-ാമത്തെ ദൂതനൂതി തീ കത്തുന്ന വൻമല പോലെ ഒന്ന് കടലിൽ വീണിട്ട് കടലിന്റെ 1/3 രക്തതുല്യമായി തീർന്നു. സകല ജീവികളും സമുദ്രത്തിലുള്ള ജീവികളിൽ 1/3 ചത്തുപോയി. കപ്പലിൽ 1/3 ഛേദം വന്നു. ദീപം പോലെ കത്തുന്ന ഒന്ന് ഹല്ലേലൂയ നദികളിന്മേലും നീരുറവുകളിന്മേലും വീണിട്ട് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് വേണം പേര്. കാഞ്ഞിരം. നീരുറവുകള് നദികളിലെ വെള്ളം കയ്പായി തീർന്നു. അത് കുടിക്കുന്നവർ മരിച്ചു പോവുകയാണ്. കുടിവെള്ളം മുട്ടുന്നൊരു കാലം. 3-ാമത്തെ കാഹളം ഊതിക്കഴിഞ്ഞു. ഇനി 4-ാമത്തെ കാഹളം ഊതുമ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. പ്രകാശം നഷ്ടമായി, ഇരുട്ടാകുകയാണ്. അതും നമ്മളൊന്ന് ഓർത്തേ, ചില കാലഘട്ടങ്ങളിൽ ഇരുട്ട് തന്നെ ആയാൽ മനുഷ്യൻ എങ്ങോട്ട് ഇറങ്ങിപ്പോകാനായിട്ട് പറ്റും, എന്ത് ചെയ്യുവാനായിട്ട് പറ്റും? 5-ാമത്തെ ദൂതൻ ഊതുമ്പോൾ അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് വീണു കിടക്കുന്നത് കാണുകയാണ്. ആ നക്ഷത്രത്തിന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. ആ ദൂതൻ അഗാധകൂപം തുറക്കുമ്പോൾ പെരുഞ്ചൂളയിലെ പുക പോലെ ആകാശത്തേക്ക് പുക പൊങ്ങി. ആകാശം ഇരുണ്ടുപോയി, സൂര്യൻ ഇരുണ്ടുപോയി. അഗാധകൂപം തുറന്ന് പെരിഞ്ചൂളയിലെ പുക പോലെ പുക ആകാശത്തേക്ക് പൊങ്ങിയാണ്. പുക മാത്രമല്ല, ഇതിന്റെ കൂട്ടത്തിൽ വെട്ടിക്കിളിയും വരുന്നുണ്ട്. ഈ വെട്ടിക്കിളിയുടെ പ്രത്യേകത ഇതിന് മനുഷ്യന്റെ മുഖമാണ്. സ്ത്രീകൾക്കുള്ളതുപോലെ മുടിയുണ്ട്, തേളിനുള്ളതുപോലെ വാലുണ്ട്.
ഈ വാല് വെച്ചിട്ട് ഓരോ കുത്ത് തരാനായിട്ടാ ഇതിനെ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അന്ന് ഇവിടെ ഉള്ള മനുഷ്യർക്ക് ഓരോ കുത്ത് തരും. ആളിങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. വലിയ സ്നേഹമായിട്ടൊക്കെ ആയിരിക്കും. കാണുമ്പം മുടിയുണ്ട്, മനുഷ്യന്റെ മുഖമാണ്, അപ്പൊ അറിയാമല്ലോ ആരായിരിക്കും. അങ്ങോട്ട് അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും? ഒരു കുത്ത് തരും. കുത്ത് തരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് 5 മാസം ദണ്ഡിപ്പിക്കാനായിട്ടാണ് ഇതിന് അധികാരം കിട്ടിയേക്കുന്നത്. ഈ ഒരു കുത്തു കൊണ്ടാൽ 5 മാസം നിന്ന് പൊളയും. അവിടെ എഴുതിയിരിക്കുന്ന അന്ന് മനുഷ്യൻ മരണം കാക്ഷിക്കും, കിട്ടത്തില്ല. മരണം കൊതിക്കും, കിട്ടത്തില്ല. മരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ വേദന സഹിക്കാൻ വയ്യാതെ എനിക്ക് നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിചാരിക്കുക എന്നാ അങ്ങ് കെട്ടിയാന്ന് ചാകാന്ന് വിചാരിച്ച് കയറൊക്കെ എടുത്ത് കെട്ടിയിട്ട് തൂങ്ങിയാല് അവിടെ കിടന്ന് തുള്ളുകയല്ലാതെ ചാകത്തില്ല. മരണം വിട്ടുപോകും. ഹല്ലേലൂയ. 5ാമത്തെ ദൂതൻ മരണം വിട്ടുപോയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് മരിക്കാൻ പറ്റത്തില്ല, ഇങ്ങനിട്ട് വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് സംഭവിക്കാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. ഈ സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടുവാനിടയായി തീരട്ടെ. 6ാമത്തെ ദൂതൻ ഊതുമ്പോൾ ഒരു ദൂതൻ വിളിച്ചു പറയുകയാണ്, യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ കെട്ടിയിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. അവർക്ക് ഇന്ന മാസം, ഇന്ന നാഴിക, ഇന്ന ദിവസം എന്ന് മനുഷ്യരെ കൊല്ലുക. അന്ന് ജീവിക്കുന്ന മനുഷ്യരിൽ 1/3 കൊല്ലുവാനായിട്ടുള്ള അധികാരമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ആ 4 ദൂതന്മാരെന്നാണെങ്കിലും അവരുടെ സംഖ്യ പറയുന്നത് 10,000 മടങ്ങ് 20,000 എന്നാണ്. 10,000 മടങ്ങ് 20,000. ഹല്ലേലൂയ. കുതിര പടകളായിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിന്റെ വായിൽ കൂടെ തീ വരുന്നു, പുക വരുന്നു, ഗന്ധകം വരുന്നു. തീ കൊണ്ടും പുക കൊണ്ടും ഗന്ധകം കൊണ്ടും മനുഷ്യനെ കൊല്ലുവാനായിട്ട് അധികാരം. മനുഷ്യർ മരിക്കാൻ ഇനിയും പോകുന്ന ശ്വാസം മുട്ടി മരിക്കുവാൻ, ബന്ധു മരിക്കുവാൻ ഗന്ധകത്തിന്റെ പുകയോടുകൂടി. ഹല്ലേലൂയ. 7ാമത്തെ ദൂതൻ ഊതുമ്പോൾ രാജ്യത്തെ നമ്മുടെ കർത്താവിനും അവന്റെ ദൂതന്മാർക്കും ലഭിക്കുവാനായിട്ട് പോകുകയാണ്. എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച ഇവിടെ തുടങ്ങുവാനായിട്ട് പോകുകയാണ്. ഇവിടെ എല്ലാം കത്തി, എല്ലാം നശിപ്പിച്ച്, എല്ലാം ശുദ്ധീകരിച്ചിട്ട് ദൈവം തമ്പുരാൻ ഇവിടെ വാഴുവാനായിട്ട് പോകും. ഒരു രാജാവ് നീതിയോടെ വാഴും.